സമയം 10 മണിയായി. ഇവളിത് എവിടെ പോയി കിടക്കുന്നു? മുറ്റ അടിച്ചു വാരിയിട്ട് പോലുമില്ല. ഇവളിത് എന്തെടുക്കുക? ഇവളെ ഇന്ന് ഞാൻ ശരിയാക്കാനുണ്ട്. ഇവിടെ മുറ്റം നിറയെ വേസ്റ്റ് കൂടി കിടക്കുക. ഇവൾക്കിതൊന്നും കാണുന്നില്ലേ? ഇവളിത് എവിടെ പോയി കിടക്കുന്നു? എന്തോ ഇത്, ഒരു പാത്രം പോലും കഴുകി വെച്ചിട്ടില്ല. സിങ്കില് മൊത്തം പാത്രമാണല്ലോ. ഇതെന്തിത്, ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ലേ? അങ്ങനെ ഉണ്ടല്ലോ, പാത്രത്തിലൊന്നും കാണുന്നില്ല. ഇവളെ ഇന്ന് ഞാനുണ്ടല്ലോ, രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ കാര്യം. എടാ ബാലു, നിന്റെ ഭാര്യ എവിടെ പോയി? അമ്മേ, നിങ്ങൾ ഞാൻ കുറേ സമയമായി നോക്കുന്നു. നിങ്ങൾ എവിടെ പോയിരിക്കുന്നു? റൂമിൽ പോയി നോക്കി, അപ്പൊ നിങ്ങൾ അവിടെ ഇല്ല. പിന്നെ പുറത്ത് വന്നിട്ട് നോക്കി, അപ്പോഴും കാണാനില്ല. എവിടെ പോയിരിക്കുന്നു? അമ്മേ, ഫ്രിഡ്ജിൽ പാലുണ്ടാവും. അമ്മ എനിക്ക് ഇച്ചിരി ചായ ഉണ്ടാക്കി തന്നെ. എടാ, എത്ര മണിക്കാടാ ചായ ഉണ്ടാക്കി കുടിക്കുന്നത്? നിന്റെ ഭാര്യ എവിടെ പോയി? ഓൾ ഇതുവരെ എണീച്ചില്ലേ? അമ്മേ, അവൾക്ക് വയ്യാത്തതുകൊണ്ടല്ലേ അമ്മയെ ഞാൻ കാത്തിരുന്നത്. അല്ലെങ്കിൽ ഞാൻ തന്നെ നേരത്തെ ഉണ്ടാക്കിയിട്ട് അമ്മേ, നിങ്ങൾ വെയിറ്റ് ഒന്നും ചെയ്യില്ലായിരുന്നു. ഞാൻ പിന്നെ ചായ ഉണ്ടാക്കാന്ന് വെച്ചാൽ ചായപ്പൊടിയുടെ പഞ്ചസാരയുടെ ഒന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ കിച്ചന്റെ ഭാഗത്തോട്ടേ പോവാത്തത്. ഇപ്പൊ അമ്മ എണീച്ചില്ലേ? അമ്മ എനിക്ക് ഇച്ചിരി ചായ ഉണ്ടാക്കി കൊണ്ടുപോവാ. ഓഹോ, ഈ വയസ്സാം കാലത്ത് എണീക്കാൻ പറ്റാത്ത എന്നെ കൊണ്ട് നീ ജോലി എടുപ്പിക്കും അല്ലേ? അതും ഈ ഷുഗർ പേഷ്യന്റായ എന്നെ കൊണ്ട്. നല്ല കൂത്ത്. ഈ വയസ്സായ ഞാൻ നിനക്ക് ചായ ഉണ്ടാക്കി തരണം. അത് നല്ലതാ. നിന്റെ ഭാര്യയ്ക്ക് 10 മണി വരെ ഉറങ്ങാം. ഞാനിപ്പോ ചായ ഉണ്ടാക്കി തരുന്നതല്ലേ? അമ്മേ, അമ്മ നിനിപ്പോ എത്ര ചൂടാവുന്നേ? നീലൊക്കെ സുഖമില്ല, അതുകൊണ്ടല്ലേ ഞാൻ അമ്മയോട് പറഞ്ഞത്. അതിനിപ്പോ ഇത്ര വലിയ പ്രശ്നമാക്കണമെന്നുണ്ടോ? സുഖമില്ലെങ്കിൽ ഒരു ദിവസം കിടക്കാം, 2 ദിവസം കിടക്കാം. ഇപ്പൊ ഇത് 3 ദിവസമായില്ലേ അവൾ കിടന്നിട്ട്? അതിന് മാത്രം ഇപ്പൊ അവർക്ക് എന്താ സുഖമില്ലാത്തത്? സുഖമില്ലാത്തവർ വന്നിട്ട് 3 നേരം ചോറുണ്ടാക്കി കൊടുത്താൽ 3 നേരം വെട്ടി വീഴുന്നുണ്ടല്ലോ. അത് സുഖമില്ലാഞ്ഞിട്ടാ? ഒരു കാലം ചോറ് വെച്ചാൽ അത് അവൾ ഒറ്റ ഇരിപ്പിന് തിന്ന് തീർക്കും. അവൾക്കാ സുഖമില്ലാത്തത്. ഇതൊക്കെ അവളുടെ വേഷം കിട്ടല്ലേ? ഈ വയസ്സായ എന്നെ കൊണ്ട് അവൾ എങ്ങനെയൊക്കെ പണിയെടുപ്പിക്കാന്നല്ലേ നോക്കുന്നുള്ളത്? ഇതൊക്കെ സുഖമില്ലാഞ്ഞിട്ടാ അവൾ ചെയ്യുന്നത്. അമ്മേ, നിങ്ങളോട് ഞാൻ ഒരു കപ്പ് ചായ ചോദിച്ചോളൂ, വേറെ എന്തെങ്കിലും ചോദിച്ചോ? ഒരു ചായ ഞാൻ നിങ്ങളോട് ചോദിച്ചതിന് ഇതിന് മാത്രം അവൾ വഴക്ക് പറയേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിലും എപ്പോഴും ഈ വീട്ടിലെ ജോലി മൊത്തം ചെയ്യുന്നത് അവളല്ലേ. ഇപ്പൊ 2 ദിവസമായിട്ട് അവൾക്ക് വയ്യ, അതുകൊണ്ട് അവിടെ എടുക്കുക. അതിന് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണം? വയ്യാത്ത സമയത്ത് ഇന്നലെ അവൾ തന്നെയല്ലേ ഈ വീട്ടിലെ ചോറും കറിയൊക്കെ വെച്ചത്? ഇന്ന് രാവിലെ നോക്കുമ്പോൾ എണീക്കാൻ പോലും വയ്യ, അതുകൊണ്ട് അവളൊക്കെ എടുക്കുക. അതിന് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണോ അമ്മേ? എടാ ബാലു, നിന്നോട് തല്ലുകൂടാനൊന്നും ഞാൻ ആളല്ല. അവളോടില്ലേ ഈ വേഷം കെട്ട് എന്റെ അടുത്ത് എടുക്കണ്ടെന്ന് പറ. ഇവൾക്ക് ഈ 10 ദിവസം കൂടുമ്പോൾ സുഖമില്ലാതാവുന്നത് എങ്ങനെയാ? സുഖമില്ലെങ്കിൽ അവളോട് അവളുടെ വീട്ടിൽ പോയി നിൽക്കാൻ പറ. ഇവിടെ നിന്ന് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. ഇതൊക്കെ അവളുടെ ഓരോ അടവല്ലേന്ന് എന്നെ വയസ്സാം കാലത്ത് എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാനായിട്ട്. ഓഹോ, ഇപ്പൊ അങ്ങനെയൊക്കെ ആയി അല്ലേ? ഈ വീട്ടിലെ എല്ലാ ജോലിയും എല്ലാ ദിവസവും ഒറ്റയ്ക്കല്ലേ അമ്മ ചെയ്യുന്നത്? നിങ്ങൾ എന്തിനെങ്കിലും കൂടാറുണ്ടോ? എന്നിട്ട് അവള് ഒരു കുറ്റാമിട്ട് പറയുന്ന നിങ്ങളെ പറ്റിയിട്ട്. രാവിലെ 5 മണിക്ക് എണീറ്റ് രാത്രി 12 മണി വരെ അവൾ ഒറ്റയ്ക്കല്ലേ ഈ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യുന്നത്? എന്നിട്ട് അവൾ ഇന്നേ വരെ ഒരു പരാതി പോലും നിങ്ങളോട് പറഞ്ഞാ? അല്ലെങ്കിൽ അവൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങൾ വിളിക്കാറുണ്ടോ? എന്നിട്ട് അവൾക്ക് സുഖമില്ലാതായപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടാമേ? അവൾക്കൊന്ന് വയ്യാതായപ്പോൾ അവൾ അവളുടെ വീട്ടിൽ കൊണ്ടുചെന്നാക്കണം അല്ലേ? അവളെ വയ്യാത്തപ്പോൾ ഉപേക്ഷിക്കുന്ന എരണകർത്ത ഭർത്താവൊന്നും അല്ല ഞാൻ. നീ നിന്റെ ഭാര്യന്റെ കാല് കഴുകിട്ട് വെള്ളം കുടിച്ചോ? അതിന് നീ എന്നോട് പറയുന്നതിന്? നിനക്ക് വേണമെങ്കിൽ നീ നിന്റെ ഭാര്യയെ സംരക്ഷിക്കുക. അതിന് എന്നെ കൊണ്ട് ജോലിയൊന്നും ചെയ്യിപ്പിക്കണ്ട. ഞാനേ എന്റെ മോളെ വീട്ടിൽ പോയിട്ട് നിൽക്കാൻ പോവാ. എനിക്കൊന്നും വയ്യ നിങ്ങളുടെ ആടിമ പണി ചെയ്ത് ഇവിടെ നിൽക്കാൻ. സന്തോഷം. ഇങ്ങനെ വഴക്ക് പറയുന്നതിന് ഭേദം മോളെ പോരയിൽ പോയിട്ട് ഒരു 4-5 ദിവസം നിന്നിട്ട് വാ. അല്ലാതെ എന്റെ ഭാര്യയ്ക്ക് വയ്യാതായപ്പോൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കാൻ പറയുന്നതിന് ഭേദം നിങ്ങൾ നിങ്ങളുടെ മോളെ വീട്ടിൽ പോയി നിൽക്കുന്നതാ. എന്തായാലും പോകാൻ ഒരുങ്ങിയതല്ലേ, പോയിട്ട് 3 ദിവസം നിന്നിട്ട് അവിടെ 3 നേരം വെട്ടി കഴിഞ്ഞിട്ട് നല്ലോണം റെസ്റ്റ് എടുത്തിട്ട് വാ. നീ ഇപ്പൊ എന്താ പറഞ്ഞത്? എന്നോട് വീട് വിട്ടു പോകാൻ പറയുന്നതാ? ഞാനെന്തിനാ ഈ വീട് വിട്ടു പോകണം? നീയല്ലേ പോണ്ടത് ഈ വീട് വിട്ടിട്ട്? ഇത് എന്റെ ഭർത്താവെ അധ്വാനിച്ചുണ്ടാക്കിയ വീടാ. ഇവിടുന്ന് ഞാൻ ഒരടി പോലും അനങ്ങില്ല. വേണമെങ്കിൽ നീയും നിന്റെ ഭാര്യയും ഇവിടെ വിട്ടു പോയിക്കോ. ഈ വീട്ടിൽ ഒരു അവകാശവും നിനക്കില്ല. എന്താ അമ്മ അച്ഛനെന്ന്? നീ എന്നോട് എപ്പോ വീട് വിട്ടിറങ്ങാൻ പറഞ്ഞു? ആ നിമിഷം മുതൽ നീ എനിക്ക് എന്റെ മോനല്ലാണ്ടായി. ഇനി ഒരു നിമിഷം പോലും നീ ഈ വീട്ടിൽ നിൽക്കണ്ട. നീ നിന്റെ ഭാര്യയും കുട്ടികളെ വിളിച്ച് ഈ വീട് വിട്ട് ഇറങ്ങിക്കോ. എനിക്കിങ്ങനെ ഒരു മോനില്ലാന്ന് തന്നെ ഞാൻ വിചാരിച്ചോണ്ട്. എന്തോ അമ്മേ നിങ്ങൾ എന്നോട് ഈ വീട് വിട്ട് പോകാൻ പറയുന്നത്? ഞാൻ ഈ വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഒന്നും ചെലവാക്കിയിട്ടാണോ നിങ്ങൾ പറയുന്നത്? ചേട്ടാ, എന്ത് പറ്റിയേട്ടാ? എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? എന്താ ഇവിടെ ഒരു ശബ്ദമൊക്കെ കേൾക്കുന്നത്? വീട് വിട്ട് പോകണമെന്നൊക്കെ പറയുന്നത് എന്താ ചേട്ടാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തുവാ ചേട്ടാ, എന്ത് പറ്റി? നിങ്ങളുടെ മുഖം എന്താ ഇങ്ങനെ വല്ലാണ്ട് വിഷമിച്ചിരിക്കുന്നേ? വന്നല്ലോ നിന്റെ മഹാലക്ഷ്മി. ഇവളുടെ വാക്ക് കേട്ടിട്ടല്ലേ നീ ഇപ്പൊ എന്നോട് ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടുന്നത്? ഭാര്യ പറഞ്ഞത് അപ്പാടെ കേൾക്കുന്നൊരു പെങ്കൊന്നൻ. എന്താ ചേട്ടാ, എന്താ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ വൈകി എണീച്ചതാണോ ചേട്ടാ ഈ പ്രശ്നത്തിനൊക്കെ കാരണം? ഞാനിപ്പോ എണീച്ചില്ലേ? ഞാൻ ഇനി വീട്ടിലെ ജോലിയൊക്കെ ചെയ്യാം. മതി നിന്റെ അഭിനയൊക്കെ നിർത്ത്. ഇതുവരെ അഭിനയിച്ചത് തന്നെ ധാരാളം. നീ എന്ന് ഈ വീട്ടിൽ കാല് വെച്ചോ അന്ന് തുടങ്ങി ഈ വീട്ടിലെ പ്രശ്നം. എന്റെ മോനോട് തലേണ മന്ത്രം ഊതിയിട്ട് എന്റെ മോന്റെ വശീകരിച്ച് നീ ഇല്ലാണ്ടാക്കിയില്ലേ? കല്യാണം കഴിയുന്നത് വരെ അവന് സമ്പാദിച്ച പണമൊക്കെ എന്റെ കയ്യിൽ കൊണ്ടു തരുമായിരുന്നു. നിന്നെ എന്ന് കെട്ടിയോ
അന്ന് മുതൽ അവന് എന്റെ കയ്യിൽ പൈസ തരുന്നത് നിർത്തി. തലേണ മന്ത്രം ഊതി ഊതി അവൻ ഈ പരിവാക്കി എടുത്തില്ലേ? അമ്മേ, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ ഈ വീടും ഈ കുടുംബവും എന്റെ കുടുംബം പോലെയല്ല കരുതിയത്. എന്നിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരുപോലെ കഴിയണമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ എന്തെങ്കിലും ഇദ്ദേഹത്തോട് മറുത്ത് പറഞ്ഞിട്ടുണ്ടോ അമ്മേ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ എന്ത് മന്ത്രം ഓതിയെന്നാ അമ്മേ പറയുന്നത്? ഞാൻ ഒരു മന്ത്രം ഓതിയിട്ടില്ല. മതിയടി, മതി, നിർത്ത്. നിന്റെ അഭിനയൊക്കെ അങ്ങ് നാടകപ്പുരയിൽ കാണിച്ചാൽ മതി, എന്നടുത്തൊന്നും കാണിക്കാൻ വരണ്ട. എടി നീ ഒന്നും പറയാൻ നിൽക്കണ്ട. അമ്മ പറയാ ഞാൻ ഇതുവരെ ജോലി ചെയ്ത ഒരു പൈസ പോലും നമുക്ക് കൊടുത്തില്ലാന്ന്. അതുകൊണ്ട് നമ്മളോട് ഈ വീട് വിട്ട് പോകാൻ വേണ്ടി പറയാം. അമ്മ ജോലി ചെയ്ത് കൊണ്ടുവന്ന ശമ്പളം കൊണ്ട് നമ്മൾ ഇവിടെ കഴിയുന്ന അമ്മ പറയുന്നത്. എന്താ ചേട്ടാ ഞാൻ ഈ കേൾക്കുന്നത്? അമ്മ, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? അമ്മ, എന്താ അമ്മ, നിങ്ങൾ ഇതുവരെ ഞങ്ങളോട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇതെന്താ അമ്മ പുതുതായിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇത് നിങ്ങൾ പറയുന്നത് പോലെ ഇല്ല, ആരോ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത് പോലെ ഉണ്ടമ്മ. ആ പറയടി, പറ. ഇതേ എന്റെ മോള് എനിക്ക് പഠിപ്പിച്ചു തന്നതാണെന്ന് പറ. അതെന്താ പറയാതിരുന്നത്? പണ്ടൊക്കെ എന്ത് സ്നേഹത്തോടെ കഴിഞ്ഞതായിരുന്നു എന്റെ മോനും മോളും. നീ എപ്പോ ഈ വീട്ടിലേക്ക് കാലുകുത്തിയോ അന്ന് മുതൽ ഇവര് തമ്മിൽ ഒരു സ്നേഹം ഇല്ലാണ്ടായി. കല്യാണം കഴിയുന്നതിന് മുമ്പ് അവൾക്ക് എപ്പോഴും ഈ ചേട്ടന് എല്ലാം വാങ്ങിച്ചു കൊടുക്കായിരുന്നു. നിന്നെ എപ്പോ കല്യാണം കഴിച്ച് അന്ന് മുതൽ അവൾക്ക് ഒന്നും ഇവര് കൊടുക്കാണ്ടായി. നിങ്ങൾ എന്തൊക്കെയായി അമ്മ ഈ പറയുന്നത്? അവൾക്ക് എന്ത് കൊടുക്കാതിരുന്നിട്ടുള്ളത്? അവളുടെ വീട് കൂടിയാവുമ്പോ അവളെ വീട്ടിലേക്കുള്ള സാധനമൊക്കെ ഈ ചേട്ടനല്ലേ വാങ്ങിച്ചു കൊടുത്തത്. പിന്നെ എപ്പോഴും കൊടുക്കാൻ വേണ്ടിട്ട് ചേട്ടന്റെ കയ്യിലും വേണ്ട അമ്മ പൈസയൊക്കെ. ഞങ്ങൾക്കില്ല രണ്ട് മക്കള്, അവരുടെ സ്കൂൾ ചെലവൊക്കെ ആവുമ്പോ പൈസ തികയുന്നില്ല അമ്മേ. അതേടി, നിനക്കും നിന്റെ മക്കൾക്കും പൈസ ദൂർത്തടിക്കാതെ പൈസ തികയാത്ത വരൂടി. പിന്നെ എങ്ങനെയാ പൈസ തികയുന്നത്? നിനക്ക് വേണ്ടേ ഒരുപാട് സാരിയും പിന്നെ ചെരുപ്പും അതും ഇതും വാങ്ങാൻ പൈസ എവിടുന്ന്? ഞാൻ എന്ത് വാങ്ങുന്നു അമ്മ ഈ പറയുന്നത്? ചേട്ടന്റെ ഈ കൂലിപ്പണി എടുത്തിട്ട് കിട്ടുന്ന കാശ് കൊണ്ട് നമ്മൾ കഷ്ടിച്ചല്ല അമ്മ ഈ കുടുംബം പോറ്റുന്നത്. എന്നിട്ട് എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആര് പറഞ്ഞു ഇവന് കഷ്ടിച്ച വീട് നോക്കുന്നതെന്ന്? ആര് പറഞ്ഞത് അങ്ങനെ? ഇവിടെ ആടും കോഴിയും ഒക്കെ ഉള്ളത് കൊണ്ടല്ലേ ഈ വീട് ഇങ്ങനെയൊക്കെ പോകുന്നത്. ഞാനും എന്റെ ഭർത്താവും സമ്പാദിച്ചിട്ട് ഈ വീടും ഈ പറമ്പൊക്കെ വാങ്ങിച്ചതുകൊണ്ടല്ലേ നീ ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ സമ്പാദിച്ചിട്ട് ഈ വീട് കഴിയുന്നതെന്നല്ല പറയുന്നത്. അമ്മേ, നിങ്ങൾ എന്താ അമ്മ ഈ പറയുന്നത്? ഞാൻ ഈ വീട്ടിലേക്ക് ഒന്നും കൊണ്ടുവരുന്നില്ല എന്നാ പറയുന്നത്. പിന്നെ നീ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടല്ലേ ഈ വീട് കഴിയുന്നത്? ആര് പറഞ്ഞു? നിങ്ങൾക്ക് തിന്നാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ കൊണ്ടുവരുന്നത്? എല്ലാം ഞാൻ ഉണ്ടാക്കിയത്, ഞാനും എന്റെ ഭർത്താവ് ഉണ്ടാക്കിയത്. അത് നിങ്ങൾ തിന്ന് നശിപ്പിക്കാനായിട്ട് വെച്ചതൊന്നുമല്ല. ഇതേ എന്റെ മോൾക്ക, ഇനിയൊക്കെ എന്റെ മോൾക്ക. നിങ്ങൾ അങ്ങനെ ഈ വീട്ടിൽ സുഖിക്കൊന്നും വേണ്ട. അമ്മേ, നിങ്ങൾ എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത്? എന്തിനാ ഇങ്ങനെ ഞങ്ങളെ വഴക്ക് പറയുന്നത്? എടി നീലു, നമുക്ക് ഈ വീട് വിട്ട് പോവാടി. എന്തിനാ വെറുതെ അമ്മയുടെ വായിലുള്ളത് മുഴുവൻ നമ്മളിങ്ങനെ കേൾക്കുന്നത്? നീ എന്ത് ചെയ്താലും അമ്മ ഈ വീട്ടിൽ നിന്നെ നല്ലതെന്ന് പറയാനേ പോകുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ വീട് വിട്ട് പോവാം. അതായിരിക്കും നമുക്ക് നല്ലത്. അല്ലാതെ അമ്മ ഒരിക്കലും നിന്നെ മോളെ പോലെ അംഗീകരിക്കേ ഇല്ല. അതുകൊണ്ട് നീ അമ്മയോടൊന്നും പറയാൻ നിൽക്കണ്ട. നമുക്ക് വീട് വിട്ട് പോവാം. മക്കളെയും വിളിച്ചോ. നിങ്ങൾ എന്തുവാ ചേട്ടായി പറയുന്നത്? നമുക്ക് വീടൊന്നും ഇല്ലെങ്കിൽ കടത്തിണയിൽ പോയിട്ടെങ്കിലും കിടക്കാം. പക്ഷെ നമുക്ക് ഇത്രയും വലിയ വീടുണ്ടായിട്ട് നമ്മൾ എന്തിനാ ചേട്ടാ തെരുവിലേക്ക് ഇറങ്ങുന്നത്? ഇതുവരെ നിങ്ങൾ സമ്പാദിച്ച പൈസയൊക്കെ ഈ വീട്ടിലേക്ക് വേണ്ടിയിട്ടല്ല ചെലവിട്ടത്. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ലല്ലോ ചേട്ടാ. പിന്നെ എങ്ങനെയാ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുക? നമ്മൾ എവിടെ പോയി താമസിക്കും? അതും വളർന്നു വരുന്ന രണ്ട് പെൺകുട്ടികളല്ലേ ചേട്ടാ. അവരെയും വിളിച്ച് നമ്മൾ എങ്ങനെ വെളിയിലോട്ട് ഇറങ്ങും ചേട്ടാ? ഇനി ഒന്നും പറയണ്ട നീലു. നമുക്ക് ഒന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല. നമുക്ക് പൂജ്യത്തൊന്ന് തുടങ്ങാം. നിനക്ക് ഈ ഏട്ടന് വിശ്വാസം ഇല്ലേ? എനിക്ക് ഈ ചേട്ടന് വിശ്വാസം ഉണ്ടെങ്കിൽ നീ എന്റെ കൂടെ ഇറങ്ങ്. എല്ലാം കേട്ടും സഹിച്ച് എത്രയാന്ന് വെച്ചാൽ ഈ വീട്ടിൽ ഇങ്ങനെ നിൽക്കുക. എന്നെ ഇച്ചിരി പോലും വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. ഇവിടെ ആട്ടും തുപ്പും കേട്ടിട്ട് ഇവിടെ തന്നെ കഴിയാം. എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാം. എന്താ ചേട്ടാ, ചേട്ടൻ എനിക്ക് വിശ്വാസം ഇല്ലാതിരിക്കോ? വാ, നമുക്ക് ഇറങ്ങാം. ഏട്ടാ ഓടി പോ, അകത്ത് പോയിട്ട് വേണ്ടതൊക്കെ എടുത്തോണ്ട് വാ. നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് ഇറങ്ങാം.